പരീക്ഷ തലേന്ന് കളിക്കാൻ പോകേണ്ടെന്ന് പറഞ്ഞ് അധ്യാപകനായ ഒരച്ഛൻ മകനെ റൂമിൽ പൂട്ടിയിടുകയാണ്. എന്നാൽ വീട്ടിൽ നിന്ന് അധികം ദൂരെയില്ലാത്ത ഗ്രൗണ്ടിലേക്ക് അവൻ ജനാല വഴി പാഞ്ഞു. വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൊതിരെ തല്ല് കിട്ടിയെങ്കിലും അന്നത്തെ ജനാലച്ചാട്ടം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ബാറ്റർമാർക്ക് ഒരു ക്ലൂവും നൽകാതെ സ്റ്റമ്പ് തകർക്കുന്ന, ഡെയിൽ സ്റ്റെയിനെ ആരാധിക്കുന്ന, എന്നെങ്കിലും ഒരു നാൾ ഇന്ത്യൻ ജേഴ്സി അണിയണമെന്ന് ആഗ്രഹിച്ച ഒരു കശ്മീരി ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. കശ്മീരിലെ ബരാമുള്ളയിൽ നിന്ന് ഒരു എക്സ്പ്രസ് പുറപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനം ഇന്ത്യൻ ടീമാണ്. യെസ്, ആക്കിബ് നബി ഈസ് കമ്മിങ്. ഇക്കഴിഞ്ഞ IPL താരലേലത്തിൽ 30 ലക്ഷം മാത്രം അടിസ്ഥാന മൂല്യമുണ്ടായിരുന്ന ഒരു താരത്തെ അതിൻ്റെ ഏകദേശം 28 ഇരട്ടി നൽകി 8,40,00,000-ന് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തം പാളയത്തിലെത്തിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ രഞ്ജി സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് 60 വിക്കറ്റ് പിഴുത് ജമ്മു കശ്മീരിനെ കന്നിക്കിരീടത്തിലേക്ക് നയിച്ച സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി മുതൽ ദുലീപ് ട്രോഫി വരെ എല്ലാ ആഭ്യന്തര ടൂർണമെൻറ്റുകളിലും സെൻസേഷണൽ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു 29-കാരൻ ഇതിനോടകം തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് തൻ്റെ അർഹമായ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. T20 ലോകകപ്പിൻ്റെ ആരവങ്ങൾക്കിടയിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അസാധ്യമെന്ന് തോന്നിയൊരു നേട്ടം ജമ്മു കശ്മീർ സാധ്യമാക്കിയത് ആക്കിബിൻ്റെ ചിറകിലേറിയാണ്. വെടിയൊച്ചയും ഭയവും നിലയ്ക്കാത്ത, രാഷ്ട്രീയ അസ്ഥിരതയുള്ള, ക്രിക്കറ്റിന് വളരാൻ കാര്യമായ സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു നാട് ആഭ്യന്തര ക്രിക്കറ്റിലെ വമ്പന്മാരായ കർണാടക മുതൽ ബംഗാൾ ഉൾപ്പെടെയുള്ള വമ്പന്മാരെ അടിച്ചിട്ട് ആ ട്രോഫിയിൽ മുത്തം വെച്ചതുപോലൊരു മനോഹര കാഴ്ചയ്ക്ക് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് സാക്ഷിയായിട്ടേയില്ല. ഏകദേശം 67 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവരുടെ കന്നിക്കിരീട നേട്ടം. ആ നേട്ടത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആക്കിബ്. 17 ഇന്നിംഗ്സുകളിൽ നിന്നായി 284.2 ഓവറുകൾ എറിഞ്ഞ് 60 വിക്കറ്റുകൾ, അതിലെ 5 വിക്കറ്റ് പ്രകടനങ്ങൾ. 2024-25 രഞ്ജി ട്രോഫി സീസണിലെ ആക്കിബിൻ്റെ പ്രകടനവും മറന്നുകളയാനാകില്ല. 8 മത്സരങ്ങളിൽ നിന്ന് 44 വിക്കറ്റുകൾ വീഴ്ത്തി ടൂർണമെൻറ്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാമതുണ്ടായിരുന്നു അയ്യ. കേരളത്തോട് ആദ്യ ഇന്നിംഗ്സിൽ 1 റൺ ലീഡ് വഴങ്ങിയത് കൊണ്ട് മാത്രമാണ് ക്വാർട്ടറിൽ കശ്മീർ കഴിഞ്ഞ തവണ പുറത്തായതെന്ന് ഓർക്കണം. രഞ്ജിയിൽ മാത്രമല്ല, കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് ട്രോഫിയിൽ 7 മത്സരങ്ങളിൽ നിന്നായി 15 വിക്കറ്റുകൾ, ദുലീപ് ട്രോഫിയിൽ 2 മത്സരങ്ങളിൽ നിന്നായി 6 വിക്കറ്റുകൾ എന്നിങ്ങനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരു ഡ്രീം റണ്ണിലാണ് ആക്കിബ് ഇപ്പോൾ ഉള്ളത്. ബോൾ കൊണ്ട് മാത്രമല്ല, ബാറ്റ് കൊണ്ടും കശ്മീരിനായി പോരാട്ടം നയിച്ചിട്ടുണ്ട് ആക്കിബ്. വിജയ് ഹസാരയിൽ ഹൈദരാബാദിനെതിരെ 82 പന്തിൽ 114 റൺസ് അടിച്ച് ജമ്മുവിന് 3 വിക്കറ്റ് ജയം സമ്മാനിച്ചത് ഇതേ മനുഷ്യനായിരുന്നു. സ്വിംഗ് ബോളുകളാണ് ആക്കിബിന്റെ വജ്രായുധം. നാച്ചുറൽ ഔട്ട് സ്വിംഗും പോളിഷ് ചെയ്തെടുത്ത ഇൻ സിംഗറുമാണ് ആ ആവനാഴിയിലെ മൂർച്ചയേറിയ ആയുധങ്ങൾ. ബാറ്റർമാരെ ക്ലൂലെസ് ആക്കുക എന്നതാണ് പ്രധാന വിനോദം. സ്റ്റമ്പുകൾ അന്തരീക്ഷത്തിൽ പറപ്പിക്കുക എന്നതാണ് മറ്റൊരു ഹോബി. ബൗളിംഗ് ആക്ഷനിൽ മുഹമ്മദ് ഷമിയോടാണ് സാമ്യമെങ്കിലും നീണ്ട സ്പെല്ലുകൾ ഒരേ ഇന്റൻസിറ്റിയോടെ എറിയാൻ ആക്കിബിന് കഴിയും. ഒരു പേസർക്ക് അത്യാവശ്യമായ ബൗളിംഗ് എൻഡ്യൂറൻസ് ആവോളമുള്ള, ഇനിയും പരുവപ്പെടുത്താനാകുന്ന പ്ലെയർ. പർവേസ് റസൂലാണ് ക്രിക്കറ്റിലേക്കുള്ള യാത്രയിൽ പ്രചോദനമായതെന്ന് ആക്കിബ് നബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ പവർ ഗ്രൂപ്പുകളിലൊന്നുമില്ലാത്ത, ക്രിക്കറ്റ് ഭൂപടത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാനാകാത്ത ഒരു നാട്ടിലെ യുവതയ്ക്ക് റസൂൽ ക്രിക്കറ്റിലേക്ക് പാലമിട്ടു എന്നതാണ് യാഥാർത്ഥ്യം. കശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഗുജറാത്ത് മുതൽ അരുണാചൽ വരെയുമുള്ള ഇന്ത്യക്കാരെ ചേർത്ത് നിർത്തുന്ന ഈ ഗെയിമിൽ പൊളിറ്റിക്സ് അല്ല, പ്യുവർ ടാലന്റ് ആണ് എല്ലായ്പ്പോഴും ജയിക്കേണ്ടത്. രാജ്യത്തിനായി കളിക്കുക എന്ന തീവ്രമായ ആഗ്രഹത്തിൽ ജനാല ചാടുന്ന ഓരോ കുഞ്ഞിനും ക്രിക്കറ്റിലേക്കുള്ള വഴിയിൽ ഒന്നും തടസ്സമാകാനും പാടില്ല. അതിനായി ആക്കിബ് നബി ഇന്ത്യൻ ജേഴ്സി അണിയേണ്ടതുണ്ട്. വില്ലോ മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറെക്കാലം സെലിബ്രേറ്റ് ചെയ്യാനാകുന്ന ഒരു താരത്തെ കൂടി കശ്മീരിന് നൽകാനുണ്ട്. ആക്കിബ് അയാളുടെ ലക്ഷ്യസ്ഥാനത്തെത്തട്ടെ.